ഇന്നലെ നമ്മൾ ഈ ടാങ്കിലെ വാട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ കിടക്കുന്ന ടാങ്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ആൽബിനോ സക്കറുകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. കുറേ നാളായിട്ട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെറിയ വാട്ടർ ചേഞ്ച് കൊടുത്തു, പക്ഷേ അതിലെ ആൽഗി ഒന്നും ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മീനുകളെ ക്ലിയർ ആയിട്ട് നമുക്ക് കഴിഞ്ഞ വാട്ടർ ചേഞ്ചിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത വാട്ടർ ചേഞ്ചിൽ അവരെ ക്ലിയർ ആയിട്ട് കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വാട്ടർ ചേഞ്ചിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 25% വെള്ളം മാത്രം വെച്ച് ബാക്കിയെല്ലാം നമ്മൾ വലിച്ചു കളഞ്ഞു. ഇനി നമ്മൾ ടോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തതാണ് വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത്. നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് സ്ക്രീനിൻ്റെ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മീനുകളുടെ അപ്ഡേറ്റ്. വലിയ സൈസുള്ള മീനുകളെല്ലാം അത്യാവശ്യം വീണ്ടും വലുതായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചെറിയ സൈസിനെ ആഡ് ചെയ്തത് കുറച്ച് സ്ലോ ഗ്രോത്ത് ആണ്. അത് നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വലുതിനെയും ചെറുതിനെയും കൂടി മിക്സ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ സൈസ് എപ്പോഴും കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും വലുതാവുന്നത്. എന്നാൽ വലിയ സൈസ് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ വലുതാവും. അപ്പോൾ ഇതിനകത്ത് 4 സ്പോട്ടഡ് കിടക്കുന്നുണ്ട്. അതിൽ 3 വലുതാണ്. പിന്നെ ഇതിനകത്ത് 4 ആൽബിനോകളെയാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ ഏറ്റവും ചെറിയ ആൽബിനോ മിസ്സിംഗ് ആണ്. അത് ഡെഡായി പോയിട്ടുണ്ട്. അതിന് സ്ട്രെസ് അടിച്ച് കാണാൻ സാധ്യതയുണ്ട്. കാരണം വലുതിൻ്റെ കൂടെ കിടക്കുമ്പോൾ തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് അടിക്കാനും ഫുഡ് കിട്ടാത്ത പ്രശ്നമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് ഡെഡായി പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി 3 ഇതിനകത്തുണ്ട്. ഫുള്ള് വെളുത്ത മുഷികളാണ് ആൽബിനോ. അതുകൂടാതെ ഈ കാണുന്നത് നമ്മുടെ ആൽബിനോ സക്കറുകളാണ്. ആൽബിനോ കോമൺ പ്ലെക്കോ. ആദ്യം നമ്മൾ 2 ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ആ വലിയ സൈസ് കാണുന്നത്. കണ്ടില്ല, ഇപ്പോൾ മൂവ് ചെയ്യുന്നത് കണ്ടില്ല ഒരെണ്ണം. അത് നല്ല സൈസ് ഉണ്ട്. അങ്ങനെ 2 ഇതിനകത്തുണ്ട്. ഈ സൈഡിൽ ഒരെണ്ണം കിടക്കുന്നുണ്ട്. അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലുതായിട്ടുണ്ട്. അവരെയാണ് നമ്മൾ ആദ്യം ആഡ് ചെയ്തത് 2 അതാണ് ആ സൈസുള്ള 2 കിടക്കുന്നത്. പിന്നെ 4 ചെറുതുകളെ നിങ്ങൾക്ക് കാണാം. ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീരെ ചെറുതല്ല കേട്ടോ. ഏകദേശം 6 ഇഞ്ച് സൈസ് ഉണ്ട്. വലിയ ആൽബിനോ സക്കർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 ഇഞ്ച് 9 ഇഞ്ചൊക്കെ സൈസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കാണിച്ച ആൽബിനോ കാറ്റ് ഫിഷുകൾ അതുപോലെ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ വലിയ സൈസ് എല്ലാം ഓൾമോസ്റ്റ് 1 ഫീറ്റ് സൈസ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തടിച്ച് കൊഴുത്തിട്ടുണ്ട്. നമ്മൾ ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ അതിൻ്റെ സൈസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത്. കാരണം നമ്മൾ തന്നെ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ ആ ഒരു സൈസ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. മീൻ വളർത്തുന്ന പല ആൾക്കാരും ഇതുപോലെ വീഡിയോ ചെയ്യുന്ന സമയത്ത് വീഡിയോകളിൽ എടുത്ത് പറയാറുണ്ട്. കാരണം ക്യാമറയിൽ കൂടെ കാണുമ്പോൾ അല്ലെങ്കിൽ ക്യാമറ ആംഗിളിൽ കൂടെ കാണുമ്പോൾ നമുക്ക് സൈസ് കുറവ് പോലെ ഫീൽ ചെയ്യും. പിന്നെ ഈ ടാങ്കിനകത്ത് ഈ കാണുന്ന ഈ ഒരു ബ്ലാക്ക് PVC സൈഫൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് വാട്ടർ ചേഞ്ച് ചെയ്തത്. ഈ അടുത്ത് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനി മുതൽ ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ ഇത്തരത്തിലുള്ള PVC സൈഫൺ ഉപയോഗിച്ചിട്ടാണ് വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ടാങ്കിലേക്ക് നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാർപോർസിലെ ജയൻറ്റ് ഗോരാമി കിടക്കുന്ന ടാങ്കിലും ആ ടാങ്കിൻ്റെ സൈസിന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാകുമ്പോൾ ജസ്റ്റ് വെള്ളം നിറച്ച് വെച്ചാൽ മതി. ഈസി ആയിട്ട് നമുക്ക് ഹാൻഡ് സ്പ്രേ ആയിട്ട് വർക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ T ഷേപ്പിൽ കാണുന്ന എക്സ്റ്റൻഷൻ ഉള്ളതുകൊണ്ട് ഈ ഒരു സൈഫൺ സ്റ്റാൻഡ് പോലെ നിന്നോളും. വെള്ളം പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം ഉള്ളിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം സർക്കിൾ ചെയ്തിട്ട് അഴുക്ക് കാര്യങ്ങളെല്ലാം ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് വന്നോളും. എന്നിട്ട് സൈഫൺ വഴി പുറത്തേക്ക് പൊക്കോളും. അങ്ങനെ പറഞ്ഞ സമയം കൊണ്ടാണ് ഈ ഒരു സൈഫൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വാട്ടർ ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഈ ഒരു മീനുകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തത്. ഡീറ്റെയിൽഡ് വീഡിയോ കാണാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് ആ ഒരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്ന 1 ഫീറ്റ് വരുന്ന ബ്ലാക്ക് ജയൻറ്റ് ഗോരാമിനെ കുറച്ച് നാൾ മുമ്പ് നമ്മൾ മെയിൻ ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു.